ഹായ്, അപ്പോൾ നമ്മുടെ കടയിൽ വെക്കുന്ന സാമ്പാറാണ് ഇന്ന് ഞാൻ തരുന്ന റെസിപ്പി. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഓൾറെഡി കുക്കറിൽ പരിപ്പിട്ടു. ഞങ്ങൾക്ക് കടയ്ക്കായതുകൊണ്ട് ഒരു 300 ഗ്രാമോളം പരിപ്പുണ്ട്. കാണുന്നുണ്ടല്ലോ, പരിപ്പും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി പോലും ഇട്ടിട്ടില്ല. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെന്ത് ഉടഞ്ഞിട്ടില്ല, വെന്ത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ആരായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ പച്ചക്കറികളിൽ വേഗം സാമ്പാറിലോട്ട് ഞാൻ പച്ചക്കറികളിൽ വേഗം കഷ്ടമുള്ള ഹാർഡായിട്ടുള്ള കഷ്ണങ്ങൾ, അതായത് വെള്ളരിക്ക, ക്യാരറ്റ്, കത്തരിക്ക, ബീൻസ്, ഇതുപോലുള്ള ഈ ചീനിയമര ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിനുള്ള കഷ്ണങ്ങൾ ഇതൊന്ന് ഒരു തിള വരട്ടെ. നന്നായിട്ട് കഴുകിയ സാധനങ്ങളാണിത്. ഇതൊരു തിള ഒന്ന് വന്നോട്ടെ. അപ്പോൾ ഈ തിള വരുമ്പോഴത്തേക്കും വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത കഷ്ണങ്ങൾ ഞാൻ എടുത്തുള്ളൂ. അടുത്ത കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വേഗം എളുപ്പമുള്ള സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് ബീൻസ്, തക്കാളി, 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി അവിടെ വേറെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അരിഞ്ഞത്, അപ്പോൾ അതും കൂടി എടുക്കും, 3 ആവും. പിന്നെ വെണ്ടയ്ക്ക, പച്ചമുളക്, ഇവിടെ വെളുത്തുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി ഇടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഇടാനാണ്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്കതിടാം. കാരണം ഇതൊക്കെ വേവ് കുറവാണ്, ഇത് നല്ല വേവാണ്. ഇപ്പം ഞാനതിൽ മഞ്ഞൾപ്പൊടിയോ ഉള്ളി ഉപ്പാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് നമ്മൾ ഉള്ളി യൂസ് ചെയ്യണത് ഉപ്പാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. ഇത് കാണുന്നല്ലോ, മഞ്ഞൾപ്പൊടി പോലും ഞാനതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കഷ്ണങ്ങളൊന്നും വേകട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനുള്ള ആവശ്യമുള്ള പുളി ഞാൻ എടുക്കാം. ഓൾറെഡി നമ്മൾ കടയ്ക്കായതുകൊണ്ട് കപ്പ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പുളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ഉണ്ട്. പക്ഷെ ഇത് തികയത്തില്ല. സോ ഇച്ചിരിയും കൂടി പുളി നമുക്ക് എടുക്കാം. വാളംപുളിയാണ് കേട്ടോ. വാളംപുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് നമുക്കിവിടെ കുതിരാൻ വേണ്ടി വെക്കാം. ചേട്ടാ, പാല് പിരിഞ്ഞു പോയി, വേറെ പാല് മേടിക്കണം. പാല് മേടിക്കണ്ടോ? അങ്ങനെ ആ ഫ്രിഡ്ജ് തുറന്നു വിടണില്ലേ? സോറി കേട്ടോ, ഞാൻ ഇതിൽ മൈക്കൊന്നും അണച്ചില്ല, കാരണം കടപ്പണികൾക്കിടയിലാണ് വീട്ടിലെ പണികളും ചെയ്യുന്നത്. എൻ്റെ ഫ്രിഡ്ജ് ഇന്നലെ അറിയാതെ ഒന്ന് തുറന്നാണ് കിടന്നത്, അതുകൊണ്ടാണ് പാല് പിരിഞ്ഞു വിടുന്നത്. ഇപ്പോൾ നോക്കിക്കോ, ഇതൊക്കെ കഷ്ണങ്ങളൊന്ന് വാടി. ഓക്കെ, ഈ വാടിയ സമയത്ത് നമുക്ക് ഈ ബാക്കിയുള്ള കഷ്ണങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് തട്ടി കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും തട്ടി കൊടുക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിലോട്ട് ഞാനിത് ചെയ്യാൻ പോണത്, ഞാനിവിടെ പിഴിഞ്ഞ് വെക്കുന്ന പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു പൊടിയും വേറെ ചേർക്കത്തില്ല കേട്ടോ, ഒരു പൊടിയും. അതുകൊണ്ട് തന്നെ എൻ്റെ സാമ്പാർ വളരെ എളുപ്പമാണ്. വാളംപുളിയാണ്, നല്ല രീതിക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. വാളംപുളി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ എടുക്കാൻ പോണത് എൻ്റെ വീട്ടിൽ ഞാൻ തയ്യാർ ചെയ്യുന്ന സാമ്പാർ പൊടിയാണിത്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കായമോ ഒന്നും നിങ്ങൾക്ക് ചേർക്കണ്ട, ജീരകപ്പൊടിയോ ഒന്നും ചേർക്കണ്ട. ഇതിപ്പോൾ 300 ഗ്രാം പരിപ്പിന് 5 ലിറ്റർ കുക്കറിൽ 2.5 ലിറ്ററോളം 2.5-3 ലിറ്ററോളം സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നതിന് ഈ കിടക്കുന്ന ഈ കുഞ്ഞ് സ്പൂൺ, ഇത് ടേബിൾ സ്പൂൺ അല്ല, ഈ സ്പൂണിനാണ് ഞാനൊരു 8 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കും. 1, 2, 3, അയ്യോ ഇത് ഇച്ചിരി കൂടിപ്പോയി, 4.5, 5.5, 6, 6.5, 7.5,
8 സ്പൂൺ പൊടി. ഓക്കെ, ഇത്രയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഓക്കെ, നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കുമ്പോൾ ഈ കളറായിട്ട് കാണുന്നുണ്ടോ? ഇത് ഞാൻ എൻ്റെ വീട്ടിൽ മണം വന്നു തുടങ്ങി. ഇത് നന്നായിട്ട് വേകണം. എൻ്റെ കുക്കർ അടയ്ക്കുക എന്ന് പറയുന്ന പരിപാടി ഒരു റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം എൻ്റെ കുക്കറിൻ്റെ ഇവിടുത്തെ ഇത് ഇളകിപ്പോയി. ഞാനിങ്ങനെ നല്ലോണം ഒന്ന് പിടിക്കും. നാളെ എനിക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, വാഷർ ഇട്ടില്ല, സോറി. നമ്മൾ വാഷറും കൂടി ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അടഞ്ഞു. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒറ്റ വിസിൽ, അതിനുശേഷം സിമ്മിൽ ഒരു 4 മിനിറ്റ്. ഇതാണ് ഈ സാമ്പാറിൻ്റെ കണക്ക്. ഈ സാമ്പാർ വറപിടിപ്പിച്ച് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. മല്ലിയില ഇടുക, വറപിടിപ്പിച്ച് ഒഴിക്കുക. ഒരു പരിപാടി ഈ സാമ്പാറിനകത്തില്ല. സോ ഇത് വിസിൽ വരട്ടെ. അതുവരെ ഞാൻ വേറെ കുറച്ച് പണികൾ ചെയ്തിട്ട് തരാം. ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ സാമ്പാർ ഇവിടെ വിസിലൊക്കെ ആറി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ? അത്യാവശ്യം കട്ടിയുള്ള നല്ല കിണ്ണ സാമ്പാർ റെഡിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നല്ല സാമ്പാർ. ഇതൊരു ഇച്ചിരി നേരം കൂടെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് കുറുകി കിട്ടും. സാമ്പാർ നിങ്ങൾക്കറിയാമല്ലോ, വെച്ചിച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പം ഞാനിവിടെ ഇതിന് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് ചെറുതായിട്ട് ഒരു തിള കൊടുക്കുക, അല്ലെങ്കിൽ ആ മല്ലിയുടെ ഇലയുടെ പച്ച സ്മെല്ലുണ്ടാകും. കണ്ടോ? കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. വേറെ ഒരു പൊടിയും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഉള്ളി എൻ്റെ സാമ്പാർ പൊടിയാണ്. ഇതിൽ നമുക്ക് ഞാൻ താളിക്കാനുള്ള ഒരു വറയും കൂടി നമുക്ക് പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് സാമ്പാർ നമുക്ക് ഈ സ്റ്റൗവിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് എൻ്റെ സാധനം വറ പിടിപ്പിക്കുന്ന സാധനം എടുത്തിട്ട്, ഈ സാധനം നേരെ നിൽക്കത്തില്ല ഈ ചട്ടി, അപ്പം ഞാനിവിടെ ഒരു ചിരട്ട താങ്ങ് കൊടുക്കും. അപ്പം ഇത് അലുമിനിയത്തിലായതുകൊണ്ട് ഇത് കറുത്ത് പോകും കേട്ടോ. എണ്ണ സ്ഥിരം മഴ പെയ്യും. ഇതിൻ്റെ കടയിലത്തേക്കുള്ള ഇഡലിയാണ്. എണ്ണ സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് കറുത്ത് പോകും. ഇതിനിടയിൽ എൻ്റെ ചായ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചായ. നമുക്കിനി വറ പിടിപ്പിക്കാം. വറ പിടിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ എടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണോളം എണ്ണ. എണ്ണ ഞാനിവിടെ എടുത്ത് എണ്ണ ചൂടാകട്ടെ.
ഞാൻ അവിടെ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ എടുത്ത് വെച്ചതാണ്. കിടില സാമ്പാർ, നല്ല നിറം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇവിടെ. എണ്ണയിലോട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ എണ്ണ ഓഫ് ചെയ്യും. നല്ല ചൂടാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഉലുവ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 3 ഉണക്കമുളക് പൊട്ടിച്ചത്, കറിവേപ്പില ഇടാൻ പോവുകയാണ്. അതിവിടെ സിങ്കിൻ്റെ അടുത്ത് വെച്ച് ഇടാം. വെള്ളം, കറിവേപ്പില കഴുകിയുണ്ട്, അത് വെള്ളം. നമുക്കിത് സാമ്പാർ ഇപ്പുറത്ത് വെച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നമുക്ക് എൻ്റെ കാലിലോട്ട് ഇപ്പോൾ ഇടുന്നു. സാമ്പാർ നമ്മൾ ഇപ്പുറത്തിലോട്ട് വെച്ചു. നമുക്ക് ചിരട്ട മാറ്റാൻ വേണ്ടി. എന്നിട്ട് ഈ വറ മുഴുവൻ ഇതിൽ പറ്റി പിടിക്കാൻ ഇതിലോട്ട് ഇച്ചിരി സാമ്പാർ ഒഴിച്ച്. കണ്ടോ, കിടില സാമ്പാറാണ്. കിടില കണ്ട, ഇപ്പം കണ്ട, ആദ്യത്തെ കല്ല് ഇച്ചിരി കൂടി കുറുകി. ഇതിന് ഇച്ചിരിയും കൂടി കുറുകും. ഇതിൻ്റെ ഫൈനല് ഞാൻ നിങ്ങൾക്ക്, അതായത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ആറി കഴിയുമ്പോഴുള്ള ഈ സാമ്പാർ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള തിക്നെസ് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന്. അല്ല, ഇത് ഞാൻ അവിടെ വെച്ച് ആറി കഴിയുമ്പോഴത്തേക്കുള്ള തിക്നെസ് കാണിച്ചു തരാം. നമുക്കിതിപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കാം. ഞാൻ കൊണ്ടുവച്ച് ഹോളിൽ വെച്ചിട്ട് ഇപ്പോൾ വരാം. കാരണം ഇത് കടയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഹോളിൽ വെച്ചിട്ട് വരാം. സോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോയുടെ ആ സാമ്പാറിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. തിക്നെസ് കാണിച്ചു തരാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് ആയിട്ടില്ല, എൻ്റെ ചായ പോലും ആറിയിട്ടില്ല. ഓക്കെ, സാമ്പാർ നമുക്കൊന്ന് കാണാം. ഇതാ, ഓ ഇത് വെട്ടമില്ലടെ, ഇവിടെ കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഞാനിനി അങ്ങോട്ടെങ്ങാനും പോകാം, പടിയുടെ അടുത്തോട്ടെങ്ങാനും പോകാം. ചൂട്, സോറി, എൻ്റെ കുക്കിംഗ് ചാനൽ കോമഡി ചാനലാകൂടെ. ഇതാ കണ്ടോ, എൻ്റെ അമ്മ ഞാൻ കറങ്ങി ഇത് എവിടെ എത്തി കണ്ടോ? നല്ല നിറമാണ്. എനിക്ക് നിറം കാണിച്ചു തരാനായിരുന്നു, ഇവിടെ വെട്ടമില്ല. അനുപുണ്യകൃഷ്ണ, ഇവിടെ വെട്ടമില്ലടേ. ഞാൻ എവിടെ ഇരുന്ന് നിറം കാണിച്ചു തരാൻ? ഇത് വെട്ടം കണ്ടോ? ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ നിറം. ഇതാണ് അതിൻ്റെ തിക്നെസ്. ഇന്നേക്കാളും ഇച്ചിരിയും കൂടി ഇതിൻ്റെ തിക്നെസ്സാണ്. കണ്ടോ, നല്ല കൊഴുത്ത സാമ്പാറാണ്. ഞാൻ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഉള്ളി, എൻ്റെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു പുണ്ണാക്കും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ. എനിക്ക് നേരെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ചേട്ടാ ഇത് ഇത്തിരി അവിടെ ചൂടിന്, ഇപ്പോൾ നിങ്ങൾ പറയും ചൂടാണ്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്നുമില്ല, എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പരിപ്പ് ഉപ്പ് ചേർത്ത് വേവിക്കുക. സാമ്പാർ പരിപ്പ് ഉപ്പ് ചേർത്ത് വേവിക്കുക. ഞാനെടുത്തത് 300 ഗ്രാം പരിപ്പാണ്. അതിലോട്ട് ആദ്യം അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ, ഉടയണ്ട, ഒരു 3/4 വേവൊക്കെ കഴിയുമ്പോൾ
വേകാനായിട്ട് ബുദ്ധിമുട്ടുള്ള കഷ്ണങ്ങൾ, അതായത് വെള്ളരിക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അത്, ചേമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, പിന്നെ ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെള്ളത്തിലാക്കി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊന്ന് ഒരു തിളച്ച് വരുമ്പോൾ ആ ഇട്ട് കൊടുത്ത വഴുതനയുടെ, നീല വഴുതനയുടെയോ പച്ച വഴുതനയുടെയോ നിറം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഈസി കുക്കബിൾ വെജിറ്റബിൾസ്, ഞാൻ ഈസി കുക്കബിളായിട്ട് ചേർത്തിട്ടുള്ളത് ഫ്ലാറ്റ് ബീൻസ്, ഹാർഡ് വെജിറ്റബിൾസിൽ ഞാൻ ചേർത്തത് ക്യാരറ്റ്, വെള്ളരിക്ക, ചീനിയമരി, കത്തിരിക്ക സോഫ്റ്റാണ് എങ്കിൽ ചേർത്ത് കൊടുത്തു. പിന്നെ സോഫ്റ്റ് വെജിറ്റബിൾസിൽ ഞാൻ ചേർത്തത് ഫ്ലാറ്റ് ബീൻസ്, തക്കാളി, സവോള ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്ത്. മുരിങ്ങക്കോലുണ്ടെങ്കിൽ മുരിങ്ങക്കോലും ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിന് പുളിവെള്ളം, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. കായമോ വേറെ ഒന്നും ചേർത്തില്ല. ഒള്ളി എൻ്റെ സാമ്പാർ പൗഡർ, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ സാമ്പാർ പൗഡർ, മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ല. അത് ചേർത്ത് കൊടുത്തു. ഒറ്റ വിസിൽ വെച്ച്, ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 4 മിനിറ്റ്സ്, 3 to 4 മിനിറ്റ്സ് സിമ്മിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യുക. വിസിലൂരുക, അതിലോട്ട് വറ പിടിപ്പിച്ച് ഒഴിക്കുക. വറ പിടിപ്പിക്കാനായിട്ട് എണ്ണ എടുത്തു, കടുക്, എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഉലുവ ഇട്ടു, പിന്നെ ഉണക്കമുളക് 3 എണ്ണം, പിന്നെ കറിവേപ്പില, ഇതിനിടയിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ സാമ്പാർ റെസിപ്പി. നല്ല അടിപൊളി സാമ്പാറാണ്. വേറെ ഒരു സാധനവും ചേർക്കേണ്ട, ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാം. ഈ സാമ്പാർ പൊടി ആവശ്യമുള്ളവർ നമ്മൾ 1/2 കിലോ 1 കിലോ മാത്രമേ നമ്മൾ ഓൺലൈൻ വഴി സെല്ലുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചാർജ് 0 gram to 1 kg 80 rupees-ആണ്. അപ്പോൾ കസ്റ്റമർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് പ്രയോജനമുണ്ടാകണം. 100 gram 80 രൂപയ്ക്ക് വാങ്ങിയിട്ട് സാമ്പാർ പൊടിയുടെ വിലയും ഈ പറയുന്ന ഡെലിവറി ചാർജും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരും. അതേ നിങ്ങൾ 1 കിലോയോ 1/2 കിലോയോ 80 രൂപ ഡെലിവറി ചാർജ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. കാരണം ഇത് ഞങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെ ഒന്നും ചേർക്കാതെ, നമ്മൾ വേറെ ഒന്നും നിങ്ങൾ ചേർക്കാണ്ടാതെ നല്ലൊരു സാമ്പാറിൻ്റെ പൊടിയാണ്. ഇത് വേണമെന്നുള്ളവർ 7200843486 ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എമൗണ്ട് അയച്ചു തന്നാൽ മാത്രമേ നമ്മൾ ഇതിന് ഉണ്ടാക്കി തരത്തുള്ളൂ. കാരണം എമൗണ്ട് അയച്ചു തന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഉണ്ടാക്കും, ഒരു ദിവസം മാറാൻ വെക്കണം, അതിനടുത്ത ദിവസം ഞങ്ങൾ അയക്കും നിങ്ങൾക്ക്. അങ്ങനെ തരത്തുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് ഇവിടെ ഡെയിലി സാമ്പാർ പൊടി ആവശ്യമാണ്. പക്ഷേ 5 കിലോയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്തതാണ്. ഒരുപാട് കാലം ഞങ്ങൾക്ക് വച്ചിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഓർഡർ അനുസരിച്ച് മാത്രം, അമൗണ്ട് തന്നതിന് ശേഷം മാത്രം ഞങ്ങൾ ചെയ്തു തരുന്ന ഒരു പൊടിയാണ്. അമൗണ്ട് പേ ചെയ്ത് വിതിൻ 3 days ഇവിടുന്ന് സാധനം നിങ്ങൾക്ക് ഡിസ്പാച്ച് ആകും കേട്ടോ. അപ്പോൾ ബൈ, ലവ് യു ആൾ. വേണമെന്നുള്ളവർ വരിക. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ സൈനിങ് ഓഫ് ഫ്രം വിഷപ്പും വരുന്നു.